സിപിഎമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ട കൊലപാതക കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞു. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. കേസിലെ 20ാം പ്രതി മുൻ MLA ആയ KV കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് CBI കോടതി കണ്ടെത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് KV കുഞ്ഞിരാമൻ. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ ശിക്ഷാവിധി ജനുവരി 3-ന് പ്രഖ്യാപിക്കുന്നതാണ്. എറണാകുളം CBI കോടതി ജഡ്ജ് N ശേഷാദ്രിനാഥാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉൾപ്പെടെ 24 പ്രതികളാണ് ഉള്ളത്. എല്ലാവരും പാർട്ടിക്കാരാണ്. TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കേരളം രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്ത കേസായിരുന്നു പെരിയയിലെ ഇരട്ട കൊലപാതക കേസ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയുമാണ് CPMുകാർ അന്ന് അരുംകൊല ചെയ്തത്. രാഷ്ട്രീയമായി CPMന് ഏറെ തിരിച്ചടിയുണ്ടാക്കിയ കൊലപാതക കേസിലെ പ്രതികളെല്ലാം തന്നെ പാർട്ടിക്കാരുമായിരുന്നു. അവരെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളെയും വഴിവിട്ട് ഉപയോഗിക്കുകയുണ്ടായി. ഒടുവിൽ കേസ് വാദിച്ച വക്കീല് പോലും പ്രതികൾക്ക് വേണ്ടി വാദിക്കാനെത്തിയ കാഴ്ചയും കേരളം കണ്ടതാണ്. ഇടതുമുന്നണിയുടെ 2 സംസ്ഥാന ജാഥകൾ മഞ്ചേശ്വരത്ത് നിന്നും പാറശാലയിൽ നിന്നും തുടങ്ങിയ ദിവസമായ 2019 ഫെബ്രുവരി 17-നാണ് കല്യോട്ട് 2 യൂത്ത് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ടത്. കൊലയുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് പ്രതികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും കേസ് നടത്തിപ്പിനാവശ്യമായ ഫണ്ട് വിദേശത്തു നിന്ന് സമാഹരിക്കുകയും ചെയ്തു. പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ നേരിട്ട് ഇടപെടുകയും CBI അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതിയിൽ വരെ വാദിക്കുകയും ചെയ്തിരുന്നു. കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP പ്രദീപ് കുമാർ സമർപ്പിച്ച കുറ്റപത്രം ഹൈക്കോടതി തള്ളിയ ശേഷമാണ് കേസ് CBIക്ക് കൈമാറുന്നത്. 2023 ഫെബ്രുവരി 2-ാം തീയതിയാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്. 294 സാക്ഷികളിൽ 154 സാക്ഷികളെയാണ് CBI കോടതി വിസ്തരിച്ചത്. ആയുധങ്ങൾ ഉൾപ്പെടെ 83 തൊണ്ടിമുതലുകളും ഹാജരാക്കിയിരുന്നു. കേസിനാസ്പദമായ 495 രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. CBI തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ 270 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. വിധി വരുന്നതിന് മുന്നോടിയായി കല്യോട്ട് കഴിഞ്ഞ ദിവസം പോലീസ് റൂട്ട് മാർച്ച് നടത്തിയിരുന്നു. ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് 14 പേരെ പ്രതി ചേർത്തിരുന്നു. ഇതിൽ 11 പേരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് കേസെടുത്ത CBI ആണ് 10 പേരെ കൂടി പ്രതി ചേർത്തത്. കൃത്യത്തിൽ പങ്കെടുത്ത 1-ാം പ്രതി പീതാംബരൻ അടക്കമുള്ളവരെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയതെങ്കിൽ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിലാണ് CBI അന്വേഷണം കേന്ദ്രീകരിച്ചത്. അങ്ങനെയാണ് ഉദുമ മുൻ MLAയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന KV കുഞ്ഞിരാമൻ പ്രതിയായത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, CPM നേതാക്കളായ രാഘവൻ വെളുത്തോളി, N ബാലകൃഷ്ണൻ, ഭാസ്കരൻ വെളുത്തോളി തുടങ്ങിയവരും പിന്നീട് പ്രതികളാവുകയും ചെയ്തിരുന്നു. 2023 ഫെബ്രുവരി 2-നാണ് കൊച്ചി CBI കോടതിയിൽ വിചാരണ തുടങ്ങിയത്.